السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله وآله وصحبه وعطرته ومن والاه وبعد. ആദരണീയരായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, മറ്റു സാദാത്തുക്കളെ, ഉമറാക്കളെ, ഉലമാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹൃദയരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിക്കുന്നതിനും നബിയോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്നതിനും അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാധ്യമമായി പ്രയോജനപ്പെടുത്തുന്നതിനും സർവോപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പുതിയ ഉൾക്കാഴ്ചകൾ തേടുന്നതിനും സംഘടിപ്പിക്കപ്പെട്ട ഈ പരിപാടിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം കിട്ടിയതിൽ അള്ളാഹുവിനെ വളരെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ നാട്ടിലെ അഥവാ UAE-യിലെ, വിശിഷ്യ ദുബായിലെ സഹൃദയരാണ്, നബിയെ ഇഷ്ടപ്പെടുന്നവരാണ്, ഉമ്മത്തിൻ്റെ നേതാക്കളാണ്, പ്രവർത്തകരാണ്, ഉമ്മത്തിൻ്റെ പൊതു നേതൃത്വത്തിന് കൂടെ അടിയുറച്ച് നിൽക്കുന്നവരാണ്. അതാണ് എക്കാലത്തെയും ശരിയെന്ന് വിചാരിക്കുന്നവരാണ്. വഫിയ വിദ്യാർത്ഥിനികൾ ഈ പരിപാടിയുടെ സംഘാടനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നത് ആഹ്ലാദകരമാണ്. സമന്വയ വിദ്യാഭ്യാസം ജീവിതത്തിൻ്റെ സമന്വയത്തിന് വേണ്ടിയുള്ളതാണ്. ജീവിതത്തിൽ സമന്വയം നടക്കണമെങ്കിൽ പഠനം സമന്വിതമായിരിക്കണം. അത് ലളിതമായി സുന്ദരമായി നിർവഹിക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ പറഞ്ഞതുപോലെ ഈ സംവിധാനം കേരളീയ മുസ്ലിം സമൂഹത്തിന്, പൊതുവെ മുസ്ലിം സമൂഹത്തിന് ചെറിയ സംഭാവനകളൊക്കെ അർപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അങ്ങനെ പല സംവിധാനങ്ങളും തങ്ങളാലാകുന്നത് മനുഷ്യകുലത്തിന്, സമൂഹത്തിന്, രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കണം. എല്ലാ പ്രവർത്തനങ്ങളും ഒറ്റയച്ചിൽ വാർത്തെടുക്കാൻ സാധ്യമല്ല. മനുഷ്യരെയൊക്കെ ഒറ്റയച്ചിൽ വാർത്തെടുക്കാൻ പടച്ച തമ്പുരാൻ വിചാരിച്ചിട്ടില്ല. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. വലാ യസാലൂന മുഖ്തലിഫീൻ, ആളുകൾ ഭിന്ന രുചികളും സ്വരങ്ങളും അഭിഷ്ടങ്ങളും ഇച്ഛകളുമൊക്കെ ഉള്ളവരായിരിക്കും. അങ്ങനെ എല്ലാ തരം അഭിരുചികളെയും സമന്വയിക്കുന്ന, ഇസ്ലാമിനകത്തുള്ള ഏതാണ്ടെല്ലാ വിചാരധാരകളെയും സമന്വയിക്കുന്ന, ഏതാണ്ടെല്ലാ ശൈലികളും സ്വാംശീകരിക്കുന്ന വളരെ വിനീതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് വഫിയ സംവിധാനം. കേരളത്തിലെ മുസ്ലിങ്ങൾ സുസംഘടിതരാണ്. സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ അവർ സുസംഘടിതരാണ്.
ഉലമാഇൻ്റെ ദാർശനികന്മാരുടെ നേതൃത്വത്തിൽ അവർ സംഘടിതരാണ്. മഹാനായ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, ബാഫക്കി തങ്ങൾ, പുക്കോയ തങ്ങൾ, അങ്ങനെ വരുന്ന അള്ളാഹുവിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട പ്രവർത്തകർ സംഘടിച്ച് കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്തതാണ് കേരളത്തിൻ്റെ ഈ സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പിതൃത്വം ഉമ്മത്തിന് പൊതുവെ അവകാശപ്പെട്ടതാണ്. സാധാരണക്കാരുണ്ട്, വ്യത്യസ്തങ്ങളായ വേവലത്തിലുള്ള ആളുകളുണ്ട്, ചിന്തയിലും പ്രവർത്തനത്തിലും. പ്രധാനമായി രാഷ്ട്രീയ രംഗത്ത്, കാരുണ്യരംഗത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്. അവരാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ കേരളത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത്. പ്രവർത്തനങ്ങളൊന്നും ആകാശത്ത് നടക്കൂല. ഭൂമിയിൽ ഒരുക്കപ്പെടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. ആ പ്രവർത്തനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ, ഇപ്പം ഇന്ന് ഈ നടക്കുന്ന പരിപാടി പോലും ഒരുക്കുന്ന കാര്യത്തിൽ ഉമ്മത്തിൻ്റെ പൊതു നേതൃത്വം, ആ നേതൃത്വത്തെ അനുസരിക്കുന്ന ലോകത്തിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തുമുള്ള, എടുത്തു തന്നെ പറയട്ടെ, KMCC പോലുള്ള സംവിധാനങ്ങളുടെ പ്രവർത്തനം മൂലമാണ് ഇതൊക്കെ നടക്കുന്നത്. കേരളത്തിൽ ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് അവർ തന്നെയാണ്. പിന്നെ വിദ്യാഭ്യാസമുള്ളവർ വേണം. ഏത് തരം വിദ്യാഭ്യാസവും നടക്കണമെങ്കിൽ അതിൻ്റെ വിദഗ്ധർ വേണം. ശരിയായ വിദ്യാഭ്യാസം നടക്കുമ്പോൾ ശരിയായ പണ്ഡിതന്മാരും അവരുടെ കൂട്ടായ പ്രവർത്തനം വേണം. വ്യത്യസ്ത വിജ്ഞാന ശാഖകൾ പഠിപ്പിക്കപ്പെടുന്ന വിദ്യാലയങ്ങൾ, സംവിധാനങ്ങൾ, അത് നടക്കാൻ അതിന് വേണ്ട വിദ്യാഭ്യാസമുള്ള ആളുകൾ വേണം. ഇത് ആർക്കും പെട്ടെന്ന് ലളിതമായി മനസ്സിലാകുന്ന ഒരു സത്യമാണ്. നമ്മൾ ഉമ്മത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുക്കേണ്ട കാര്യമില്ല. ഉമ്മത്തിൻ്റെ പൊതുവായ പുരോഗതി അത് സാക്ഷാത്കരിക്കാൻ കൂട്ടായിട്ടുള്ള സമന്വിതമായിട്ടുള്ള പ്രവർത്തനം ആവശ്യമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ രാജ്യം, ഇതിൻ്റെ പരിസരത്തുള്ള രാജ്യങ്ങളും. ഇവിടെയൊക്കെ ദീനുണ്ട്, ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നത് ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടിലാണ്, ഇടുങ്ങിയ കാഴ്ചപ്പാടിലല്ല. ഇസ്ലാമിനെ തരം തിരിക്കുന്നതും ഏതെങ്കിലും മുക്കുമൂലകളിൽ കൊണ്ട് ഒതുക്കുന്നതും ഇസ്ലാം സ്വീകരിക്കില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ടവർ ഇൻക്ലൂസീവായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നയാളാണെന്ന് മനസ്സിലാക്കിയിട്ട് ചില അവാന്തര വിഭാഗങ്ങൾ ആശ്വാസം തേടി ബഹുമാനപ്പെട്ടവർ ഭരണസാരഥ്യം, ഇസ്ലാമിക സ്റ്റേറ്റിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തപ്പോൾ കാണാൻ വന്നു. ചില ആളുകൾക്ക് അവരെ കാണുന്നത്, അവരെ സ്വീകരിക്കുന്നത് സ്വീകാര്യമായിരുന്നില്ല. പക്ഷേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെ കണ്ടു, അവരോട് മാന്യമായി സംസാരിച്ചു. അവരോട് സംസാരിക്കുമ്പോൾ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടായി, അതവരുടെ ശരീരഭാഷയിൽ കണ്ടിരുന്നു. അവർ പിരിഞ്ഞു പോയപ്പോൾ ഈ അസ്വസ്ഥത പ്രകടിപ്പിച്ച ആളുകളോട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രോഗശമനത്തിന് ശസ്ത്രക്രിയ കൂടാതെ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത്. മുറിച്ചു മാറ്റുക, അകറ്റി നിർത്തുക,
അവസാനത്തെ കൈയാണ്. ഉൾക്കൊള്ളാനും സ്വാംശീകരിക്കാനുമാണ് ശ്രമിക്കേണ്ടത്. ആളുകളെ ഉൾക്കൊള്ളണം, കാഴ്ചപ്പാടുകളെ, ഭിന്ന വീക്ഷണങ്ങളെ സ്വാംശീകരിക്കണം. ഇസ്ലാമിൻ്റെ രീതി അതാണ്. ഇസ്ലാം ലിഖിത രൂപത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമുക്ക് കിട്ടുന്നത്, അതൊരു പക്ഷേ നമ്മുടെ പരിമിതിയായിരിക്കാം, നമുക്ക് കിട്ടുന്നത് 4 രൂപത്തിലാണ്. നമ്മളതിന് 4 മദ്ഹബുകൾ എന്ന് പറയും. ഇത് ഒരു ഗുരു പരമ്പരയിൽ ഉണ്ടായിട്ടുള്ളതാണ്. മഹാനായ അബു ഹനീഫ റളിയല്ലാഹു അൻഹു, ചരിത്രകാരന്മാർ പറഞ്ഞിട്ടുള്ളത് കുല്ലു മൻ തഹ്ത അദീമി സമ തലാമിദ അല അബി ഹനീഫ, ആകാശത്തിന് കീഴിലുള്ളവരൊക്കെ അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരാണെന്നാണ്. ഒരുപാട് വിശദീകരിക്കപ്പെടേണ്ട കാര്യമാണത്, ഇപ്പോൾ വിഷയം അതല്ല. അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ പഠിച്ചിരുന്ന ആളാണ് മാലിക് റളിയല്ലാഹു അൻഹു. ഇവർ രണ്ടുപേരും മദീനയുടെ വലിയ ഇമാമായിരുന്ന റബീഅത്ത് ബിൻ അബി അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ചിരുന്ന ആൾക്കാരാണ്. ഒരു പക്ഷേ ഒരു 12 വയസ്സിൻ്റെ വ്യത്യാസമാണ് അവർ തമ്മിലുണ്ടാവുക. മാലിക് റളിയല്ലാഹു അൻഹു 12 വയസ്സിന് താഴെയാണ്. മാലിക് റളിയല്ലാഹു അൻഹു കരുതിയിരുന്നത് അബു ഹനീഫ റളിയല്ലാഹു അൻഹു എൻ്റെ ഗുരുവാണെന്നാണ്. അബു ഹനീഫ റളിയല്ലാഹു അൻഹു കരുതിയിരുന്നത് മാലിക് ഇമാം എൻ്റെ ഗുരുവാണെന്നാണ്. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഒരു ഗുരുവിൽ നിന്നാണ് അവർ പഠിച്ചത്. ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനായിരുന്നു മഹാനായ ഇമാമുന അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടെ, അഥവാ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ടാവട്ടെ, ആളുകൾക്ക് ആശ്വാസം വരട്ടെ എന്ന് വിചാരിച്ച് അവർ 4 സ്കൂൾസ് ഓഫ് തോട്ട്സ് ഉണ്ടാക്കി. അത് മുസ്ലിം ലോകം ഏറ്റെടുത്തു, സ്വീകരിച്ചു. ഇന്നും മുസ്ലിം ലോകം അങ്ങനെ തന്നെയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന ഈജിപ്ത് കൂടുതൽ സ്വീകരിക്കുന്നത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ കാഴ്ചപ്പാടുകളെയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾക്കുള്ളിലെ യാഥാർത്ഥ്യം ഈ 4 സരണികളുടെയും ഉള്ളിൽ അനേകം കൈവഴികളുണ്ട് എന്നുള്ളതാണ്. ഒക്കെ ശരിയാണ്, സ്വീകാര്യമാണ്. പ്രദേശങ്ങളും വ്യക്തികളും അവയൊക്കെ മാറി മാറി സ്വീകരിക്കാറുണ്ട്. ഇസ്ലാം വിശാലമാണ്. ഇസ്ലാം ഉൾക്കൊള്ളലിൻ്റെ സമീപനമാണ്. ഇസ്ലാം ഐക്യത്തിൻ്റെ സമീപനമാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഭിന്നിച്ചു, 4ആയി ഭിന്നിച്ചു, 4ൻ്റെ അകത്ത് ഒരുപാട് ഭിന്നതകൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നത് ഇസ്ലാം ഐക്യത്തിൻ്റെ സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നാണ്. അത് മനസ്സിലാക്കപ്പെടേണ്ട കാര്യമാണ്. ഭിന്നിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, ഭിന്നിക്കാവുന്ന കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഭിന്നിക്കാവുന്ന എന്നല്ല, ഭിന്നിക്കുന്നത് നന്നാകുന്ന, ഭിന്നിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് സഹാബത്തിൻ്റെ കാലത്ത് തന്നെയുള്ളതാണ്. വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ. ഇറാഖിൻ്റെ വലിയ ഭൂമി ഇസ്ലാമിക രാഷ്ട്രത്തിന് സ്വന്തമായി. യോദ്ധാക്കൾക്ക് അവരുടെ വിഹിതങ്ങൾ ഖുർആൻ്റെ വിധി പ്രകാരം ഉമർ റളിയല്ലാഹു അൻഹു വിധിച്ചു കൊടുത്തു. പക്ഷെ വലിയ ധനം അത് വ്യക്തികൾക്ക് വിഹിതിച്ചു കൊടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹം നിലപാടെടുത്തു. അദ്ദേഹത്തിൻ്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടായിരുന്നു വലിയൊരു സംഘം സഹാബത്തിനുണ്ടായിരുന്നത്. അവർക്കിടയിൽ ദീർഘ ചർച്ചകളുണ്ടായി. ഒരു ഘട്ടത്തിൽ ക്ലോസ് ഡോർ ചർച്ച, 3 ദിവസം നീണ്ട ചർച്ചകളൊക്കെ ഉണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അന്നത്തെ നമ്മുടെ ഹൈപ്പവർ എന്നൊക്കെ പറയുന്ന കമ്മിറ്റി, ഈ ഹൈപ്പവർ കമ്മിറ്റി ഒരഭിപ്രായ ഐക്യത്തിലെത്താതിരുന്നപ്പോൾ അതിൽ രാഷ്ട്രത്തലവൻ എന്ന നിലക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുനഃസംഘടന വരെ നടത്തി. വ്യത്യസ്ത അഭിപ്രായങ്ങളും
വീക്ഷണങ്ങളും ശേഖരിച്ചു. പരിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപനം, ഇത്ര വലിയ ധനം ചെറിയൊരു സമൂഹത്തിന് വിതരണം നടത്തി കഴിഞ്ഞാൽ അത് അവരുടേതായി, അവർക്ക് ശേഷം അവരുടെ മക്കളുടേതായി, കുടുംബത്തിൻ്റേതായി, അങ്ങനെ തലമുറകൾ കൈമാറിപ്പോകും. വലിയ രാജ്യം, വികസിക്കേണ്ട, വലുതാകേണ്ട, വളരേണ്ട ഈ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള താല്പര്യങ്ങൾ, സൈനിക താല്പര്യങ്ങൾ, വലിയ സാമ്പത്തിക താല്പര്യങ്ങൾ, അതൊക്കെ സംരക്ഷിക്കാൻ ദ്രവ്യം, വിഭവം എവിടെ? അതുകൊണ്ട് ഇത് ഇത്ര വലിയ ധനം ആളുകൾക്ക് ആവശ്യമുള്ളതൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെ സ്റ്റേറ്റിൻ്റെ ഭാഗമാക്കി മാറ്റിവെക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിലപാടെടുത്തു. പുനഃസംഘടിപ്പിക്കപ്പെട്ട ഹൈപ്പവർ എന്ന് ഞാൻ വെറുതെ ഒരു പേര് പറയണം, അവർ ഒക്കെ താങ്കൾ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് യോജിച്ചു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരോട് യോജിച്ചു. അങ്ങനെ അത് അന്തിമ തീരുമാനമായി. ഇന്നും മുസ്ലിം ലോകം ആ നിലപാട് സ്വീകരിച്ചു വരുന്നു. കർമ്മശാസ്ത്ര സരണികളൊക്കെ ഈ അഭിപ്രായത്തെ പിന്തുണച്ചു പോരുന്നു. ഇസ്ലാമിനൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. എവിടെയൊക്കെ ഭിന്നിക്കണം, എവിടെയൊക്കെ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കണം, നിലപാടുകളുണ്ട്. ഇസ്ലാമിൻ്റെ ശാഖാപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങൾ, അതിൽ ഞാൻ പറഞ്ഞതുപോലെ 4 വീക്ഷണങ്ങൾ, 4ൻ്റെ അകത്ത് ഒരുപാട് അവാന്തര ചിന്തകളും ടേസ്റ്റുകളും, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം. അത് ആളുകൾക്ക് കൂടുതൽ ഓപ്ഷനുകൾ കൊടുക്കുകയാണ്, ആളുകൾക്ക് പറ്റിയത് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ഞങ്ങൾ സിലബസിൽ കുട്ടികളെ നേരത്തെ പഠിപ്പിച്ചെന്ന ഒരു മഹാനായ പണ്ഡിതൻ്റെ, ഈ പഴയ ഇമാമിയങ്ങളിൽപ്പെട്ട ഇമാമിൻ്റെ കിതാബിൻ്റെ പേര് തന്നെ ഇഖ്തിലാഫുൽ ഇമ്മ റഹ്മലിൽ ഉമ്മ എന്നാണ്. ഇമാമുകൾ, മഹാന്മാരായ പണ്ഡിതന്മാർ ഇങ്ങനെ ഭിന്നിച്ചത് ഉമ്മത്തിന് അനുഗ്രഹമാണ്. നമ്മൾക്കത് അനുഭവിച്ചറിയുന്ന ആൾക്കാരാണ് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അകപ്പെടുമ്പോൾ. അപ്പോൾ പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത് തീർച്ചയായും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാ കാലത്തെയും ഉൾക്കൊള്ളുന്ന, ആരോഗ്യകരമായിട്ടുള്ളതിനെയൊക്കെ സമന്വയിക്കുന്ന, പറ്റിയതിനെയൊക്കെ സ്വാംശീകരിക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണ്. അത് മുന്നിൽ വെച്ചാണ് പ്രവർത്തകർ എല്ലാവരുടെയും തിരുനബി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ചോദിക്കുകയാണ്, എല്ലാവരുടെയും നബി എന്ന് നിങ്ങൾ എന്തിനാ നിങ്ങളുടെ നബിയെ പറയുന്നത്? ഞങ്ങളുടെ നബി എന്ന് പറഞ്ഞാൽ പോരെ? ഞാൻ പറയുന്നത് നമ്മുടെ നബി, ഞങ്ങളുടെ നബി എന്ന് ആദ്യം പറയാതിരിക്കേണ്ടത് നമ്മളാണ്. ചരിത്രത്തോട് കൂടുതൽ നമുക്ക് നീതി പുലർത്താൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന രംഗത്ത് വരുമ്പോൾ ഞങ്ങളുടെ നബി എന്ന് പറയാൻ ആരെയാണ് അവിടെ ഉണ്ടായിരുന്നത്? നബി ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ അന്ന് ആരാണ് ഉണ്ടായിരുന്നത്? നമ്മളൊക്കെ അന്നുണ്ടായിരുന്നോ? മുസ്ലിം രാജ്യങ്ങളുണ്ടായിരുന്നോ? മുസ്ലിങ്ങളുണ്ടായിരുന്നോ? അപ്പം അവരുടെ നബി എന്ന രീതിയിലാണ് നബിയുടെ തുടക്കം തന്നെ. എല്ലാവരുടെയും നബിയാണ്. ആളുകളൊക്കെ അവർ നബിയെ സ്വീകരിച്ചു. അവരുടേത് എന്ന് പറയാൻ പറ്റാത്ത നബിയെ അവർ സ്വീകരിച്ചു. അവർക്ക് ശരി ബോധ്യപ്പെട്ടു. ആ അവരാണ് പിന്നെ നമ്മളായി മാറിയത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. നമ്മളിതൊക്കെ നമ്മിൽ ഒതുക്കി വെക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ മറ്റൊരു ചോദ്യം, എല്ലാവരുടെയും നബി എന്ന് പറയുമ്പോൾ നബി എല്ലാവർക്കും സ്വീകാര്യനാവണ്ടേ? ഞാൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രധാന കാര്യങ്ങൾ ഏതാണ് പൊതുസമൂഹത്തിന് സ്വീകാര്യമാകാത്തത്? പ്രാപഞ്ചിക സത്യങ്ങൾ മാത്രമാണ് പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖ്ലാഖ് ശമാഇൽ രംഗത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നിയോഗത്തെക്കുറിച്ച് നബി തങ്ങൾ പറയുന്നത് തന്നെ ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്നാണ്. നല്ല സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാൻ നബിയുടെ വിനയം കാണണം, നബിയുടെ വിശാല വീക്ഷണം കാണണം. നല്ല സ്വഭാവങ്ങൾ ജനങ്ങൾക്കിടയിൽ ഉണ്ട്, അതൊന്നുകൂടി ഉന്നതമാക്കണം, പൂർത്തീകരിക്കണം. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ്.
ഇവിടെയുള്ള ആളുകളൊക്കെ ഒന്നും അറിയാത്തവർ, ഒന്നിനും പറ്റാത്തവരാണ് എന്നല്ല പറഞ്ഞത്. അവരൊക്കെ സ്വീകരിച്ചുകൊണ്ട് ചില കുറവുകളുണ്ട്, അതൊക്കെ പൂർത്തീകരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അറബികളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അറബികൾ പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ആൾക്കാരാണെന്നൊക്കെ പറയും. വാസ്തവത്തിൽ അറബികളുടെ ചരിത്രം കൃത്യമായിട്ട് വായിച്ചാൽ ഒരു പക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കും പോലെ പെൺജന്മത്തോടുള്ള ഒറ്റവാക്കിലെ വിരോധം കൊണ്ട് എല്ലാവരും ആ പണി ചെയ്തത്. വിവരക്കേടാണെന്നുള്ളത് ശരി തന്നെ, അത് തിരുത്തപ്പെട്ടു എന്നതും ശരിയാണ്. പെണ്ണ് നിന്നാൽ ഒരു പക്ഷേ ഇന്നും അറബി സമൂഹങ്ങളിൽ ചിലയിടങ്ങളിൽ ഇത് കാണപ്പെടും. വല്ലാത്ത ഇടുങ്ങിയ തറവാട് ചിന്ത. അപ്പം ഒത്ത തറവാട്ടിൽ നിന്ന് പെണ്ണിന് വരനെ കിട്ടിയില്ലെങ്കിലോ ഇതൊരു ഭാരമാണ്. അപ്പം ആ ഒരു ഗർവ് അതാണ്. മറ്റൊന്ന്, പെണ്ണ് പിഴച്ചാൽ കുടുംബത്തിന് വലിയ ദുഷ്പേരാണ്. അതുകൊണ്ട് വിവരക്കേട്, പെണ്ണിനെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അല്ലാതെ പെണ്ണിനെ നമ്മൾ കുട്ടികൾ നായ്ക്കളെ കല്ലെടുത്തെറിയുന്നവർക്ക് കല്ലെടുത്തെറിയുന്നതല്ല. അവിടെയൊക്കെ ചില പൂർത്തീകരണങ്ങൾ ആവശ്യമുണ്ട്, അവർക്ക് ചില ബോധങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ഷാ വലിയുല്ലാഹി ദഹ്ലവി പറയുന്നത്, അള്ളാഹ് പരിശുദ്ധ ദീന് അവതരിപ്പിക്കാൻ വിചാരിച്ചപ്പോൾ പറ്റിയ ഒരിടം, നാഗരികത അറേബ്യയിൽ മാത്രമല്ല, അതിൽ കൂടുതൽ റോമിലും പേർഷ്യയിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. അറേബ്യ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയുള്ള ചില അടിസ്ഥാന സ്വഭാവങ്ങളുള്ള നല്ലൊരു സമൂഹത്തിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഒരുപാട് വലിയ തെറ്റുകൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സ്വീകാര്യമായ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നീതി ചെയ്യണം, എല്ലാവരോടും നന്മ ചെയ്യണം എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യനെ ബഹുമാനിക്കണം, മാനവികതയെ ഉയർത്തിപ്പിടിക്കണം. വലഖദ് കറംനാ ബനി ആദം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. മനുഷ്യന്മാരൊക്കെ ബഹുമാനിക്കണം, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. സ്വാതന്ത്ര്യം വേണം, ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം. മതത്തിൻ്റെ പേരിലാണല്ലോ സംസാരം. ആ സ്വാതന്ത്ര്യം എത്രയും പെട്ടെന്ന് പ്രഖ്യാപിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ലാ ഇക്റാഹ ഫിദ്ദീൻ, നിർബന്ധമില്ല, അടിച്ചേൽപ്പിക്കലില്ല. ഫമൻ ഷാ ഫല്യുമിൻ, ഇഷ്ടമുള്ളവർ വിശ്വസിക്കുക, ഒമൻ ഷാ ഫല്യക്ഫുർ, ഇഷ്ടമില്ലാത്തവർ നിഷേധിക്കുക, അവരിഷ്ടം. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം, ചിന്താ സ്വാതന്ത്ര്യം തുറന്നിട്ടിരിക്കുകയാണ്. ആളുകളെയൊക്കെ സമന്മാരായിട്ട് കാണണം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. നിങ്ങളൊക്കെ പല ഗോത്രങ്ങളും വർഗ്ഗങ്ങളൊക്കെ ആക്കി അത് പരസ്പരം തിരിച്ചറിയും, വിലാസത്തിന് വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഭക്തിയുള്ളവരാണ് നല്ലവർ. കരാർ പാലിക്കണം. ഔഫൂ ബിൽ ഉഹൂദ് വഔഫൂ ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല, കരാർ പാലിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനൻ, അള്ളാഹുവിന് മാത്രം ആരാധന, മാതാപിതാക്കളോട് നന്മ ചെയ്യുക. ആരാധൻ്റെ ഒപ്പാണ് പറയുന്നത്. മനുഷ്യൻ പരസ്പരം സഹകരിക്കണം. വതആവനു അലൽ ബിർരി വത്തഖ്വ, നല്ല കാര്യത്തിന് സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, അക്രമത്തിനും കുറ്റത്തിനും സഹകരിക്കരുത്. ശാന്തി സമാധാനം വരണം. ഇൻ ജനഹു ലിസ്ലിമി ഫജ്നഹ് ലഹാ, ശാന്തിക്ക് സമാധാനത്തിന് മുന്നോട്ട് വരുന്നവരെ സ്വാഗതം ചെയ്യണം, അവർക്ക് ആതിഥ്യം നൽകണം, അതിന് പശ്ചാത്തലം ഒരുക്കണം, അതിൻ്റെ കൂടെ നിന്നു കൊടുക്കണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. മനുഷ്യനെ കൊല്ലരുത്, മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം മൗലികമാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ന്യായമില്ലാതെ ഒരു മനുഷ്യനെ കൊല്ലുന്നത് ഭൂമിയിൽ മനുഷ്യന്മാരെ മുഴുവനും കൊല്ലുന്നതിന് തുല്യമാണ്. ഇതിലേക്ക് ആർക്കാണ് ഇപ്പോൾ ഇത്? നമ്മുടെ നബി, എല്ലാവരുടെയും നബി. ഈ പറയുന്നതിന് ആർക്കാണ് അസ്വീകാര്യമായിട്ടുള്ള വല്ലതും ഉള്ളത്? ഭൂമിയിൽ സുരക്ഷിതത്വം വേണം, നിയമവാഴ്ച ഉണ്ടാവണം. വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ, നവോത്ഥാന നായകന്മാർ ഭൂമിയിൽ ശാന്തി ഞാത്തിയതിൻ്റെ ശേഷം പിന്നെ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, ഭൂമിയിൽ അലങ്കോലമുണ്ടാകുമെന്ന് വിചാരിച്ചെങ്കിൽ ഒതുങ്ങണം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്.
നാഗരികത വേണം, മാന്യത വേണം, അന്തസ് വേണം, പരിഷ്കാരം വേണം. വഖൂലു ഖൗലൻ സദീദ, നല്ല വർത്തമാനം പറയണം, മനുഷ്യന് മനസ്സിലാകുന്ന വർത്തമാനം പറയണം. വഖൂലു ലിന്നാസി ഹുസ്നൻ, ആളുകളോട് നല്ലത് പറയണം. ഒക്കെ പരിഷ്കൃത മനുഷ്യൻ്റെ ലക്ഷണം. കരുണ വേണം. വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, വിശന്നവന് ഭക്ഷണം കൊടുക്കണം. ഇൻഡിവിജ്വാലിറ്റിയെ അംഗീകരിക്കണം. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ, ഒരാൾ ചെയ്തതിൻ്റെ പാപം അയാൾ ഏറ്റെടുത്താൽ മതി, വേറെ ആരും ഏറ്റെടുക്കേണ്ടി വരില്ല. ബുദ്ധി ഉപയോഗിക്കണം, ശാസ്ത്രബോധം വേണം. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമിൻ യഅഖിലൂൻ, ബുദ്ധിയുള്ളവർക്ക് പലതും പറയുമ്പോൾ ഖുർആൻ പറയുന്ന ഒരു ശൈലിയാണ്. ഇതിലൊക്കെ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, ശാസ്ത്രീയമായിട്ട് ബോധ്യപ്പെടാത്ത കാര്യങ്ങൾ ഫോളോ ചെയ്യരുത്, അനുധാവനം ചെയ്യരുത്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള മനുഷ്യൻ്റെ ബുദ്ധിയും ഫുആദ്, ഇതിനെപ്പറ്റിയൊക്കെ എന്തുകൊണ്ട് ബുദ്ധി ഉപയോഗിച്ചില്ല, എന്തുകൊണ്ട് ഇന്ദ്രിയ ജ്ഞാനം ഉപയോഗിച്ചില്ല, ചോദ്യമുണ്ടാകും. സെക്യുലർ സ്വഭാവമാണ് പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. കാരണം ആളുകളോട് അടിച്ചേൽപ്പിക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടം, അവനവന് സ്വീകാര്യമായ മതം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ ദീന്. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും വേണ്ട. എൻ്റെ ദീന്, അതിൽ വെള്ളം ചേർക്കണ്ട, മായം ചേർക്കണ്ട, അതിൽ കൂട്ടണ്ട, കുറക്കണ്ട. ഞാൻ എൻ്റെ മതം, നിങ്ങൾ എൻ്റെ മതം, അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. ആളുകളെ അംഗീകരിക്കുന്നത് തന്നെ. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂ, അത് നീണ്ട 2-3 ആയത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം, നിങ്ങളുടെ പൗരത്വം അംഗീകരിക്കുന്ന, നിങ്ങളുടെ സ്വത്വം അംഗീകരിച്ചു തരുന്ന, നിങ്ങളെ നിങ്ങളുടെ ജന്മഗേഹങ്ങളിൽ നിന്ന് ഇറക്കി വിടാത്ത ആളുകൾ, അവരോട് നീതി ചെയ്യണം. എന്നാൽ അങ്ങനെ ചെയ്യുന്നവരോടോ, അങ്ങനെ ചെയ്യുന്നവരെ ഇറക്കി വിടണമെന്നോ അവരോട് കലഹത്തിന് പോകണമെന്നല്ല ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അൻ തവല്ലൗഹും, അവരെ പിന്നെ നിങ്ങൾ കാര്യകർത്താക്കന്മാരാക്കരുത്. നിങ്ങളുടെ പൗരത്വം അംഗീകരിക്കുന്ന, നിങ്ങളുടെ സ്വത്വം നിഷേധിക്കുന്ന ആളുകളെ പിന്നെ നിങ്ങൾ ഇവരാണ് വലിയ ആളുകൾ എന്ന് പറഞ്ഞിട്ട് കത്തിയും കഴുത്തും അവരെ ഏൽപ്പിക്കുന്ന ആ പരിപാടി വേണ്ട. അത്രേ പറഞ്ഞിട്ടുള്ളൂ. കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിയമം, നീതി അത് കിട്ടണം എല്ലാവർക്കും. കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലക്കൊള്ളണം. അയ്യുഹല്ലദീന ആമനൂ കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി, അള്ളാഹുവിൻ്റെ സാക്ഷികളായിട്ട്. ഈ നീതിബോധം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അതിൻ്റെ സാക്ഷികളായിട്ട് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. വലൗ അലാ അൻഫുസികും വബിൽ വാലിദൈൻ, നീതി ഒരു പക്ഷെ നിങ്ങൾക്ക് തന്നെ എതിരായിട്ട് വരും, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായിട്ട് വരും. ഹാർവാർഡ് ലോ സ്കൂളിൻ്റെ ഇടനാഴികയിലെവിടെയോ ഈ ആയത്ത് അതുപോലത്തെ പല നല്ല വാക്യങ്ങൾ എഴുതി വെച്ചതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പുതിയ മീഡിയകളൊക്കെ പറയുന്നുണ്ട്, കണ്ടവരും പറഞ്ഞിട്ടുണ്ട്. ലോകം അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹി വലൗ അലാ അൻഫുസികും, നീതി എനിക്കെതിരെയാണ് കിട്ടുന്നത്, എന്നാലും ഞാനതിനെ അനുകൂലിക്കണം. ഇതൊക്കെ തന്നെയല്ലേ എല്ലാവർക്കും സ്വീകാര്യമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ദീനിനെ വിശാലമായി പഠിക്കുകയും, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ദിശയിൽ പഠിച്ച് ആ പഠനം വിശാലമാക്കി ഇതിനെ റിജിഡിറ്റിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ള അർത്ഥത്തിനല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ വിശാലതയെ പഠിക്കുക, അത് ആഴത്തിൽ പഠിക്കുക. അങ്ങനെയാണ് പഠിച്ചവരൊക്കെ കണ്ടിട്ടുള്ളത്. ഓറിയന്റലിസ്റ്റുകൾ പലരും ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഉദ്ദേശ്യം എന്തായിരിക്കും എന്ന് നമുക്കറിയാം. പലരും അറബികൾ പറയും വസ്ബൻ അൻഹും, അവർ വിചാരിക്കാതെ അവർ ഇസ്ലാമിൻ്റെ ശരി വിളിച്ച് പറയാൻ നിർബന്ധിതരായിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ ലഭ്യമാണ്, ഇന്നും പല പുസ്തകങ്ങളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിൻ്റെ വിശാലത അത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ എല്ലാവരുടെയും നബിയാണെന്ന് ആദ്യം നമ്മളാണ് പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമ്മളാരും ഉണ്ടായിരുന്നില്ല. നിഷേധികൾ നബിയെ ജന്മനാട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരാണ് അന്നുണ്ടായിരുന്നത്. അവരിൽ ചിലരാണ് അത് ചെയ്തത്, ബഹുഭൂരിപക്ഷവും സ്വീകരിച്ചു. അവരുടെ ബാക്കിക്കാരാണ് നമ്മൾ, അവരിലൂടെ പകർന്നെടുത്തവരാണ്. മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ചരിത്രകാരനെ പറ്റി നമ്മൾ സാധാരണ പറയപ്പെടാറുണ്ട്. അദ്ദേഹം 100 ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിനൊരു മാനദണ്ഡം വെക്കണമല്ലോ.
അദ്ദേഹം അതിന് സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെ പറ്റി പറയുന്നത് വലിയൊരാളെന്ന് പറയുമ്പോൾ അത് റിയലി ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കണം, ഉള്ള ആളായിരിക്കണം. പല കവികളെപ്പറ്റി, ചരിത്രകാരന്മാരെക്കുറിച്ച്, ദാർശനികന്മാരെ പറ്റിയൊക്കെ ലോകം വളരെ വലിയ ആഘോഷിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ജീവിച്ചിരുന്നോ എന്ന സംശയത്തിന് ഉത്തരം കിട്ടാതെ കിടക്കുകയാണ് പലരെ സംബന്ധിച്ചും. പക്ഷെ ചരിത്രമുള്ളയാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹം വെച്ച മാനദണ്ഡം അതാണ്, ഉള്ളയാളായിരിക്കണം. മിത്ത്, കേട്ടുകേൾവിയിൽ ഉള്ള ഒരു ഭാവനയിൽ മെനഞ്ഞെടുക്കപ്പെട്ടുള്ള വ്യക്തിത്വമായ പറ്റൂല. അങ്ങനെയാണ് നൂറാളെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ആഴത്തിൽ സമൂഹത്തെ സ്വാധീനിച്ച ആളായിരിക്കണം. അത് പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ, ആഴത്തിൽ ചരിത്രത്തെ മനുഷ്യനെ സ്വാധീനിച്ച ആളായിരിക്കണം. നെഗറ്റീവ് ആരും വേണ്ടില്ല, ഹിറ്റ്ലറെ അദ്ദേഹം ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, ലോകാടിസ്ഥാനത്തിലായിരിക്കണം. ഏതെങ്കിലും പ്രദേശത്തിൽ മുക്കിൽ മൂലയിൽ ഉള്ള ആൾ പറ്റൂല. ലോകാടിസ്ഥാനത്തിൽ മനുഷ്യകുലത്തെ സ്വാധീനിച്ച ആളായിരിക്കണം. പിന്നെ ജീവിച്ചിരിക്കുന്ന ആരും പരിഗണിക്കണില്ല എന്നാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ചില ആളുകളെ അവരുടെ പ്രവർത്തനം മാനിച്ച് എനിക്ക് ലിസ്റ്റിൽ പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചില ആളുകളുടെ പ്രവർത്തനം, ഇപ്പോൾ കറണ്ട് കണ്ടുപിടിച്ച ആളുകൾ രണ്ടാളെന്ന് തോന്നുന്നുണ്ട്, അവരുടെ കറണ്ടിൻ്റെ പ്രയോജനം ഇനിയും മനുഷ്യകുലം ഒരു 500 കൊല്ലമെങ്കിലും പ്രയോജനപ്പെടുത്തും. അപ്പോൾ അത്ര ദീർഘകാലം പ്രയോജനം മനുഷ്യകുലത്തിന് കിട്ടുന്ന ആളുകളെയും കൂടി ഞാൻ ലിസ്റ്റിൽ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വളരെ ന്യായമായ കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുസ്ലിം അല്ലാത്ത അദ്ദേഹം ഒന്നാമനായി കാണുന്നത്. അതിന് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ന്യായം സമന്വയമാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സമന്വയിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ ദീന് ആത്മീയതയിലാണ് ഊന്നുന്നത്. ആത്മീയതയിൽ ഊന്നുന്ന ദീനാണ്. ഈ ദീനിന് 2 വശമുണ്ട്. ഒന്ന് പുറത്തേക്ക് കാണുന്ന നിയമത്തിൻ്റെ വശങ്ങൾ. ആ വശങ്ങളിലാണ് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നുന്നത്. മഹാനായ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീനിൻ്റെ തലക്ക് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, കർമ്മശാസ്ത്രം, നിയമങ്ങൾ അത് കോടതിയിലേക്കുള്ളതാണ് എന്ന്. അത് കോടതിയിലേക്കുള്ളതാണ്. പരലോകത്ത് കോടതി വിധി അനുസരിച്ചല്ല ഇയാൾ സ്വർഗത്തിൽ കിടക്കണത്. സുപ്രീം കോടതി ഇയാൾ സ്വർഗത്തിൽ കിടക്കൂല, ഈമാൻ അനുസരിച്ചാണ്. അപ്പോൾ ഈമാനിൻ്റെ വശത്തിനാണ് പരിശുദ്ധ ദീൻ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകളാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നേരത്തെ പറഞ്ഞ 100 ആളുടെ ഈ അച്ഛഹാട്ട് എന്ന് പറയുന്ന ആൾ 51ാമത് ആളായിട്ട്, ജനാധിപത്യ രീതിയിൽ എല്ലാ മതക്കാർക്കും കൊടുക്കുന്നില്ല, ഇതിൽ നിന്ന് തന്നെ 51ാമത്തെ ആളായിട്ട് ഉമർ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ എന്താണ് ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് അത് ചില കോലം കെട്ടലുകളാണെന്നാണ്. ചില കോലം കെട്ടലുകൾ, പ്രത്യേക രീതിയിലുള്ള വേഷവിധാനങ്ങൾ, അത് ആത്മീയതക്കുള്ള സർട്ടിഫിക്കറ്റായിട്ട് നമ്മൾ കണക്കൂട്ടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം എടുത്ത പല നിലപാടുകളും വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ കാര്യം അങ്ങനെയല്ല എന്ന്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു മുന്നിൽ അധികം ഉണ്ടാകുന്ന ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ കുറച്ച് ധനം മിച്ചമുണ്ട്, കുറച്ച് പണം മിച്ചമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഉള്ള സദസ്സിൽ ആളുകൾ പറഞ്ഞു, ചെറിയ മിച്ചമൊക്കെ ഉണ്ടാകുമ്പോൾ അത് താങ്കൾ ഉപയോഗിക്കണം. താങ്കളുടെ സമയം മുഴുവനും ഈ രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടിയല്ലേ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ കഷ്ടപ്പാടാണ് താങ്കൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ സുഖം താങ്കൾ അനുഭവിക്കുന്നില്ലേ, എപ്പോഴെങ്കിലുമൊക്കെ ആയിക്കൂടെ? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, താങ്കൾ എന്താണെന്നും ഉണ്ടാത്തത്? അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ഉണ്ടെന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത് പറ്റില്ല, പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ഉറപ്പുള്ള കാര്യത്തിൽ പിന്നെ എന്തിനാ ചോദ്യം? ഉറപ്പുള്ള ഇത് എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടല്ലോ, ഉറപ്പുള്ള കാര്യത്തിന് പിന്നെ എന്തിനാ ചോദ്യം? അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഓർമ്മയില്ല എന്താ കാര്യം, എന്താണ് ഉറപ്പുള്ള കാര്യം, അത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനും താങ്കളും
ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോയൊരു സന്ദർഭമുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നെ സക്കാത്ത് പിരിക്കാൻ ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ അനിഷ്ടമുണ്ടായി. അപ്പോൾ ആ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പോയതാണ്. നബി, അങ്ങയുടെ ഉദ്യോഗസ്ഥൻ, ആളുകൾക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥനാണ് ഞാൻ. അദ്ദേഹം ഞങ്ങളോട് മോശമായിട്ട് പെരുമാറി. ഈ കാര്യം പറയാനാണ് നബിയുടെ അടുത്ത് പോയത്. അവിടെ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ വിമ്മിട്ടത്തിലാണ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇപ്പോൾ ഇത് നബിയോട് പറയാൻ പറ്റിയ സന്ദർഭമല്ല, എന്തോ സന്തോഷക്കുറവുണ്ട് എന്ന്. തിരിച്ചു പോന്നു. പിറ്റേന്ന് ചെന്നിട്ട് നബിയോട് പറഞ്ഞു, ഞങ്ങൾ ഇന്നലെ അവിടെ വന്നിരുന്നു, ലക്ഷണം ശരിയല്ല എന്നാണ് നമ്മൾ മടങ്ങിപ്പോന്നതാണ്. എന്നിട്ട് അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇന്നലെ വന്ന സമയത്ത് എനിക്കുണ്ടായ വിമ്മിട്ട് എന്താണെന്നറിയോ? കുറച്ച് ധനം എൻ്റെ കയ്യിൽ മിച്ചമുണ്ടായിരുന്നു. ഇവിടെയും കേസ് അതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ധനം മിച്ചമുണ്ടായിരുന്നു. ജനങ്ങൾക്ക് അവകാശപ്പെട്ട കുറച്ച് ധനം എൻ്റെ കയ്യിൽ മിച്ചമുണ്ടായിരുന്നു. അപ്പം അത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് കൊടുത്തൊഴിവാക്കണം, ആ ആലോചനയിലാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്വീകരിക്കാതിരുന്നത്. അതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹു ഈ കാര്യം ഓർമ്മാക്കിയപ്പോൾ വേഗം അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞിട്ട് വിഷയം ക്ലോസ് ചെയ്തു. ജനങ്ങൾക്ക് അവകാശപ്പെട്ടത്, ജനങ്ങളുടെ പട്ടിണി, ജനങ്ങളുടെ പ്രയാസം, അതിനെ അഡ്രസ്സ് ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പോൾ ഹദീസുകളിൽ കാണാം, നിസ്കാരം കഴിഞ്ഞ് ദിക്റിന് ദുആക്ക് ഒരുക്കാതെ സ്വഫുകൾ വകഞ്ഞു മാറ്റി ധൃതിയിൽ വീട്ടിലേക്ക് ആളുകളോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ധൃതിയിൽ പോകാൻ കാരണം നിസ്കാരം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായി വീട്ടിൽ ഇച്ചിരി സ്വർണം ബാക്കിയുണ്ട്, അത് വേഗം അതിൻ്റെ അവകാശികൾക്ക് കൊടുത്തൊഴിവാക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ പോയത് എന്ന്. ഹദീസുകളിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഒരു ഭിക്ഷകൻ, യാചകൻ വന്നു, വല്ലതും തരണം എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, ഇയാൾക്ക് എന്തെങ്കിലും കൊടുക്കണം, നബി എന്താ അത്യാവശ്യത്തിന് പുറത്തുപോയി. തിരിച്ചു വന്നപ്പോൾ ആയിഷ ബീവിയോട് ചോദിച്ചു, ആ യാചകന്, ആ സാധു മനുഷ്യന് കൊടുക്കാൻ പറഞ്ഞത് കൊടുത്തോന്ന് ചോദിച്ചു. ചെറിയ പ്രായക്കാരി കുട്ടിയാണല്ലോ. ഞാൻ നബിയെ മറ്റു സ്ത്രീകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, മറന്നുപോയി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷുഭിതനായി. സമയങ്ങളിൽ നബിക്ക് ക്ഷോഭം വരാറുണ്ടെന്ന് ചുരുക്കം. നബിക്ക് ദേഷ്യം വന്നു. നിന്റെ കൈ മുറിഞ്ഞു പോകട്ടെ എന്ന് ഏകദേശം അർത്ഥം വരുന്ന തരത്തിൽ അറബിയിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടാതെ മടക്കി വിടാൻ പാടില്ല. വഅമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ നിന്നിച്ച് ഇറക്കി വിടാൻ പാടില്ല. പരിശുദ്ധ ഖുർആൻ നേരെ പറഞ്ഞിട്ടുള്ളതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാൾ അന്വേഷിച്ചു പോയി. അങ്ങനെ അദ്ദേഹത്തെ ആളുകളോട് അന്വേഷിച്ച് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അയാൾക്ക് കൊടുക്കാൻ വിചാരിച്ചത് കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അങ്ങനെ കയ്യുമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഇപ്പം നബിക്ക് അത്ര ഓർമ്മയില്ലായിരിക്കാം. അപ്പോൾ പറഞ്ഞു, എൻ്റെ കൈ അറ്റുപോകാൻ അവിടുന്ന് പ്രാർത്ഥിച്ചതല്ലേ, ഏത് കയ്യപ്പം അറ്റുപോവുക എന്നുള്ള ബേജാറിലാണ് ഞാൻ എന്ന്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമത്തോട് പറഞ്ഞു, പ്രയാസത്തോടു കൂടി പറഞ്ഞു, അല്ലാഹുവേ, ഞാനും എല്ലാവരെ പോലുള്ള മനുഷ്യനാണ്, എനിക്ക് അസ്വസ്ഥത വരുമ്പോൾ ഞാൻ ചിലത് പറഞ്ഞു പോകും. അത് പടച്ചവനെ ആളുകൾക്ക് ശാപവും ബുദ്ധിമുട്ടും ആകരുത്, അത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാക്കി മാറ്റണമേ. ഏറ്റവും വലിയ പ്രശ്നം സമ്പത്തിൻ്റെ വിതരണമാണ്. ഖലീഫത്തുല്ലാഹി ഖുലഫാഉല്ലാഹി ഫിൽ അർളാണ് നമ്മൾ. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധികളാണ് നമ്മൾ. അള്ളാഹ് തന്നിട്ടുള്ള ധനം കെട്ടിപ്പൂട്ടി വെക്കാൻ പാടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കാണാം പറഞ്ഞതായിട്ട്, ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർത് ലഅഖദ്തു ഫുളൂല അംവാലിൽ അഗ്നിയാഇ വവസ്സഅതുഹാ അലാ ഫുഖറാഇൽ മുസ്ലിമീൻ. ഞാൻ ഭരിച്ച അത്രയും കാലം ഇനിയും ഭരിക്കുകയാണെങ്കിൽ, അവസരം കിട്ടുകയാണെങ്കിൽ, മിച്ച ഭൂമി പിടിച്ചെടുത്തിട്ട്, ആളുകളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചുള്ള ഭൂമി അത് പിടിച്ചെടുത്തിട്ട് സാധുക്കൾക്ക് ഞാൻ വിതരണം നടത്തുമായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. തബരി അടക്കമുള്ള എല്ലാ ചരിത്രകാരന്മാരും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖലഖലകും മാ ഫിൽ അർദി ജമിഅ, ആളുകൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ പടച്ചിരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
യുദ്ധാർജിത ധനം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഈ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. നേരത്തെ പറഞ്ഞ ഇറാഖിൻ്റെ ധനത്തിൻ്റെ കാര്യത്തിലും അത് തന്നെ. പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് മുസ്ലിം സമൂഹം, ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുസ്ലിം സമൂഹം, ഈ സമൂഹങ്ങൾ ഭിക്ഷ എടുക്കുന്ന സമൂഹമായി തീരരുത്, അന്തസ്സുള്ള സമൂഹമായി ആയിരിക്കണം. അവർ തല ഉയർത്തി ജീവിക്കണം. അവരുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ, അതിനെതിരെയാണ് ഈ ചിന്ത, ഈ ദർശനം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഈ ദീനിനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ, ക്ഷുദ്ര ചിന്തകളിൽ കൊണ്ട് തളക്കാൻ പാടില്ല. ഇത് വലിയ കാര്യമാണ്. അത് അതിൻ്റെ മെയിൻ ട്രാക്കിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. മറ്റു കാര്യങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. നമ്മുടെ ചർച്ചകൾ എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ ചിന്താ വിഷയങ്ങൾ എന്താണ്? ക്ഷുദ്ര കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ സില്ലി സംഗതികളാണ്. ഇസ്ലാമിൽ ഫർദ്, സുന്നത്ത് അങ്ങനെ ചിലതുണ്ട്. ഫർദ് എന്ന് പറഞ്ഞാൽ കോറാണ്. ഈ കോറ് കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വലിയ 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 പ്രാപഞ്ചിക സത്യങ്ങൾ, ആരും തർക്കിക്കാത്ത സത്യങ്ങൾ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ആരും അതിനെ കുറ്റം പറയണില്ല. മുസ്ലിം വളരെ മോശമാണ്, എല്ലാം കൊള്ളാം മുസ്ലിം, പക്ഷെ നിസ്കരിക്കും അത് നീചം, ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. മുസ്ലിം വളരെ നല്ല ക്ലീനാണ്, പക്ഷേ റമദാൻ ആയാലും നോമ്പ് പിടിക്കും, വളരെ നീചം, മറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അവർ നല്ല ഉയർന്ന സമൂഹമാണ്, പക്ഷേ അവർ അധ്വാനിച്ചുണ്ടാക്കിയ ധനത്തിൻ്റെ 2.5% നിർബന്ധമായി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നീചന്മാരാണ്. അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, നാട്ടിൽ പലരും ഈ പ്രവർത്തനങ്ങളെ പേടിക്കുകയാണ്. ആ പ്രവർത്തനം ജനങ്ങളുടെ ഉള്ളിൽ കയറുകയാണ്. അതാണ് ശരിയായ ഇസ്ലാമിക പ്രവർത്തനം. മറ്റു കാര്യങ്ങൾ അത് ഓപ്ഷനലാണ്, അത് ഓപ്ഷനായിട്ടുള്ള കാര്യങ്ങളാണ്. എടുക്കാൻ പിടിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഐച്ഛികം എന്ന് പറഞ്ഞ് നമ്മൾ സുന്നത്തെന്ന് പറയും. മലയാളത്തിൽ നമ്മൾ പറയും ഐച്ഛികം എന്നാണ്. നമ്മൾ ഇച്ഛക്കൻ പറ്റുമെങ്കിൽ എടുക്കാം, ആശ്വാസം ഉണ്ടെങ്കിൽ, സൗകര്യം ഉണ്ടെങ്കിൽ എടുക്കാം. ഇല്ലാത്ത കാർക്കശ്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അബൂ ഫർസൽ അസ്ലമി റളിയല്ലാഹു അൻഹു സഹാബിയാണ്. നിസ്കരിക്കാൻ നിന്നപ്പോൾ യാത്ര ചെയ്തിരുന്ന കുതിര വിരണ്ടോടി. അപ്പം അദ്ദേഹം തൽക്കാലം നിസ്കരിക്കാൻ നിന്നോടത്തുനിന്ന് ഇറങ്ങിയിട്ട് കുതിരയെ അല്ലെങ്കിൽ ഒട്ടകത്തെ അന്വേഷിച്ചു പോയി. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, ഇയാൾ എന്ത് സഹാബി, ഇയാളാണ് ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ സഹാബി. എന്നിട്ട് നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ഒട്ടകം പോയതിനെ അയാൾ നിസ്കാരം ഉപേക്ഷിച്ച് പോവുക. ഇതെന്ത് സഹാബിയാണ്? കുറ്റം. അദ്ദേഹം ഒട്ടകത്തെ കിട്ടി തിരിച്ചു വന്നപ്പോൾ ആളുകളുടെ ഇടയിൽ നടന്ന സംസാരം അറിഞ്ഞപ്പോഴേ, നിങ്ങൾ എന്നെ വല്ലാതെ പറയണ്ട, ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച ആളാണ്, സഹാബിയാണ്, ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ചതാണ്, ഞാൻ റസൂലിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ടുള്ള ദീൻ ഇതാണ്. ഈ ദീന് വിശാലമാണ്. ഇത് എല്ലാ അർത്ഥത്തിലും എല്ലാ മണ്ഡലങ്ങളിലും വിശാലമാണ്. മനുഷ്യൻ്റെ ബുദ്ധിക്ക് വലിയ പങ്ക് അനുവദിച്ചു കൊടുക്കുന്ന ദീനാണത്. കാര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ ഇസ്ലാം പൊതുവായിട്ടുള്ള പ്രിൻസിപ്പിളുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം പലിശ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തീരെ വർജ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഖുർആൻ ന്യായം പറഞ്ഞിട്ടുണ്ട്. ലിതഅകുലു അംവാലന്നാസി ബിൽ ബാത്തിൽ, അസംബന്ധമായി ആരാൻ്റെ മുതൽ തിന്ന, ലിതർബു ഫി അംവാലിന്നാസ്, നിങ്ങളുടെ ധനത്തിൻ്റെ വളർച്ച ആരാൻ്റെ ധനത്തിൽ, അവൻ്റെ കുടികിടപ്പിൽ, അവൻ്റെ കെട്ടുതാലിയിൽ, അങ്ങനെയല്ലേ പലിശ കൊണ്ടുവരുന്നത്. അപ്പം ചൂഷണം എന്നതാണ് അതിൻ്റെ കാര്യം. അങ്ങനെ സർവ്വ കാര്യങ്ങളും, സാമ്പത്തിക രംഗത്തുള്ള സമീപനങ്ങൾ, സാമൂഹിക രംഗത്തുള്ള സമീപനങ്ങൾ, ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞതുപോലെ ഇതാണ് ഇസ്ലാമിൻ്റെ സമീപനം. ഈ ഇസ്ലാമിനെ, ലളിതമായ ഇസ്ലാമിനെ, സുന്ദരമായ ഇസ്ലാമിനെ വിദ്യാർത്ഥികളും അല്ലാത്തവരും പഠിക്കുകയും അത് ജീവിതത്തിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം പ്രദേശങ്ങളെ കണ്ടുപഠിക്കുകയും അത് നമ്മൾ എല്ലായിടത്തും നടപ്പാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെക്കുള്ള ആളുകൾ മുസ്ലിങ്ങളാണ്, അറബി രാജ്യങ്ങളിലേക്കുള്ള ആളുകൾ മുസ്ലിങ്ങളാണ്, ഈജിപ്തിലും മൊറോക്കോയിലും അൾജീരിയയിലും അവിടെ ഇവിടെയൊക്കെയുള്ള മുസ്ലിങ്ങളാണ്. നമ്മൾ മാത്രം മുസ്ലിങ്ങളോ?
അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ തള്ളിക്കളയാൻ പാടില്ലല്ലോ. ഷാ വലിയുള്ളാഹി ദഹ്ലവി ഹജ്ജിൻ്റെ രഹസ്യങ്ങൾ പറയുന്നുണ്ട്. ഹജ്ജിന് ആളുകൾ എല്ലാവരും കൂടി ഒരു പോയിന്റിൽ ഒത്തുകൂടുന്നതിന് വേണ്ടിയാണ്, ഇതൊക്കെ ഒത്തു നോക്കാൻ വേണ്ടിയാണ്. കേരളക്കാരനൊരു ഇസ്ലാം, പാകിസ്ഥാൻകാരന് വേറൊരു ഇസ്ലാം, ഇന്തോനേഷ്യക്കാരന് വേറൊരു ഇസ്ലാം, അങ്ങനെ ഒരു ഇസ്ലാമില്ല. ഇതൊക്കെ ഒത്തു നോക്കാൻ വേണ്ടിയും തെറ്റുകൾ തിരുത്താൻ വേണ്ടിയും കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയുമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇസ്ലാമിനെ പറ്റി വിശാലമായിട്ട് വായിക്കണം. നബിയുടെ സീറ വായിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറ വായിക്കണം. കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുട്ടിയെ ആദ്യം പഠിപ്പിക്കേണ്ടത് എന്ത്, ഫത്ഹുൽ മീൻ അടക്കമുള്ള കിതാബ് പറഞ്ഞിട്ടുണ്ട്, നബിയെ പറ്റിയാണ് പഠിപ്പിക്കേണ്ടത്. ഞാനത് കുറച്ചും കൂടി വിശാലമായിട്ട് പറയുന്നത്, ഒരാൾ ശരിയായ മുസ്ലിം ആകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറ പഠിക്കണം. ഞങ്ങളൊക്കെ സിലബസുകളിൽ, വാഫി സിലബസിൽ, ഹുദവി സിലബസിൽ, അങ്ങനെ നമ്മുടെ കേരളത്തിലെ കാര്യശേഷിയുള്ള ആളുകളൊക്കെ ചെയ്യുന്നതാണ് ഒരു സീറ പഠിപ്പിക്കുക. സിലബസൊക്കെ മാറിയും മറിഞ്ഞും വരും, വെട്ടിച്ചുരുക്കും, കൂട്ടും കുറക്കും. റസൂലുള്ളാഹിൻ്റെ സീറയിൽ ഇല്ല, അതിൽ മാറ്റമില്ല, അതങ്ങനെ തന്നെ. കാരണം അത് ബേസാണ്, അത് അടിസ്ഥാനമാണ്. നബിയെ പഠിച്ചാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. നബിയുടെ സഹാബത്തിനെ പഠിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. ഹയാത്തു സഹാബ, സഹാബത്തിൻ്റെ ജീവിതം, നബിയുടെ ജീവിതവും സഹാബത്തിൻ്റെ ജീവിതവും, ഇതൊക്കെ മലയാളത്തിൽ വായിക്കാൻ കിട്ടും, ഇംഗ്ലീഷിൽ വായിക്കാൻ കിട്ടും, ഇഷ്ടം പോലെ കാണാനും കിട്ടും. ബേസിക് ആയിട്ടുള്ള ഈ വക സാധനങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമ്മുടെ മനസ്സിൽ ഒരു ഇസ്ലാം അഥവാ ഇസ്ലാമിൻ്റെ ആത്മീകമായ വശം രൂപപ്പെട്ടു വരും. അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക, നബിയെ ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു ഈ നല്ല സന്ദർഭങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കുന്ന, നബിയെ പറ്റി പറയുന്ന ഈ നല്ല സദസ്സ്, ഈ സദസ്സിൻ്റെ ഒരു നിറവും ആത്മീയതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സുകളൊക്കെ അള്ളാഹു വിശാലമാക്കുകയും പുഷ്കലമാക്കുകയും പാപരഹിതമാക്കി തീർക്കുകയും അള്ളാഹിനോട് അടുക്കാനുള്ള വല്ലാത്തൊരു ഇഷ്ടവും ഹുബ്ബും നമ്മുടെയൊക്കെ മനസ്സിൽ അള്ളാഹു നിറച്ചു തരികയും ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.